പാശ്ചാത്യ ലോകത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റഷ്യ പുതിയ തലമുറ റേസർ ആയുധങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഊർജ്ജ യുദ്ധത്തിൽ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കാവുന്ന ഈ നീക്കം ആഗോള സൈനിക സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൊസോക്, പെരേസ്വിറ്റ്, സദീര എന്നിങ്ങനെ 3 പ്രധാന ലേസർ ആയുധങ്ങളാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ളത്. ഇവ 3ന്റെ പരീക്ഷണ ഘടകങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ടും ചെയ്തു. ഈ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. സൈനിക സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ ലേസർ ആയുധങ്ങൾക്ക് എന്നും ഒരു പ്രധാന സ്ഥാനമുണ്ട്. സാധാരണ വെടിക്കോപ്പുകൾ ഉപയോഗിക്കാതെ പ്രകാശത്തിന്റെ വേഗതയിൽ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഈ ആയുധങ്ങൾ ഭാവി ആയുധങ്ങളുടെ ഒരു നിർണായക ഘടകമായി മാറ്റുമെന്നാണ് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ലേസർ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ വലിപ്പവും ഊർജ്ജ പരിമിതികളും കാരണം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ഈ മുന്നേറ്റം അവർക്കൊരു വലിയ സാങ്കേതിക മേൽക്കോയ്മ നൽകുന്നുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ 2018 മാർച്ചിൽ തന്നെ ഈ പുതിയ ലേസർ ആയുധങ്ങളുടെ നിലനിൽപ്പ് പ്രഖ്യാപിച്ചിരുന്നുവെന്നത് റഷ്യ ഈ മേഖലയിൽ ദീർഘകാലമായി നടത്തുന്ന ഗവേഷണങ്ങളുടെയും വികസനങ്ങളുടെയും തെളിവാണ്. ശീതയുദ്ധകാലത്ത് ലേസർ ഘടിപ്പിച്ച 1K70 ഷാറ്റി ടാങ്ക് പോലുള്ള പദ്ധതികൾ റഷ്യക്ക് ഈ മേഖലയിൽ ദീർഘകാല അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഡ്രോണുകളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ ലേസർ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പൊസോക്. ഇത് നിലവിലെ യുദ്ധ സാഹചര്യങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഒരു ആയുധമാണ്. യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതുമാണ്.